കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥേ 2618 ഖണ്ഡികയിൽ നിന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. വായിക്കട്ടെ. മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നും മധ്യസ്ഥം വഹിക്കുന്നുവെന്നും സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ പറയണത് മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നും മാധ്യസ്ഥം വഹിക്കുന്നുവെന്നും. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും അല്ലെ, കോണ്ടംപ്ലേഷനും ഇൻ്റർസെഷൻ. മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നും മധ്യസ്ഥം വഹിക്കുന്നുവെന്നും സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കാനായിൽ വെച്ച് യേശുവിൻ്റെ അമ്മ ഒരു വിവാഹ സദ്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പുത്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇത് വേറൊരു വിരുന്നിൻ്റെ അടയാളമാണ്. തൻ്റെ മണവാട്ടിയായ സഭയുടെ അഭ്യർത്ഥന പ്രകാരം സ്വന്തം ശരീര രക്തങ്ങൾ ദാനം ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ വിവാഹ സദ്യയുടെ അടയാളം. കുരിശിൻ ചുവട്ടിൽ പുതിയ ഉടമ്പടിയുടെ മണിക്കൂറിലാണ് സ്ത്രീയായും പുതിയ ഹവ്വായായും ജീവനുള്ളവരുടെ യഥാർത്ഥ അമ്മയായും മറിയം ശ്രവിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 2618 ഖണ്ഡിക. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ അമ്മ ഒരു വിവാഹ സദ്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ പുത്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇത് വേറൊരു വിരുന്നിൻ്റെ അടയാളമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്നിട്ട് അതിനെ സുവിശേഷ ഭാഗം കോട്ട് ചെയ്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. അപ്പം എല്ലാവരും ഒന്ന് ബൈബിളൊന്ന് എടുത്ത് എല്ലാവരും യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. അപ്പം അത് അവിടെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ ബൈബിള് കണ്ടോ, ഈ ബൈബിള് കണ്ടോ നിങ്ങൾ? പഠന ബൈബിളാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് പരിഷ്കരിച്ച പുതിയ നിയമം മാത്രം ഉള്ള പരിഷ്കരിച്ച പഠന ബൈബിളാണ്. അപ്പോൾ ഇതിൽ ഓരോ വചനങ്ങളുടെയും അല്ലേ, എല്ലാ വചനങ്ങളുടെയും ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് വചനങ്ങളുടെ എല്ലാം എന്താണ് അതിൻ്റെ ഗ്രീക്ക് പദങ്ങളും അതിൻ്റെ ഹീബ്രു പദങ്ങളും അല്ലെ, അതിൻ്റെ മൂലപദങ്ങൾ എല്ലാം അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് അതിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് പഠിക്കാൻ പറ്റിയ, നമുക്ക് വചനങ്ങളെ മറ്റൊരു തരത്തിൽ, അതായത് സഭ എന്താണോ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഓരോ വചനത്തിനെയും അതേ അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാനുള്ള സാധ്യത ഈ ബൈബിളിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എടുത്തോ, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എടുത്തോ. റോസ്, നിങ്ങൾ വീഡിയോയിൽ വരാറുന്നില്ലേ? ഞാനത് വായിക്കാൻ പോണേ. ഈ പഠന ബൈബിളുള്ളവർ പഠന ബൈബിൾ എടുക്കുക, അല്ലാത്തവർക്ക് സാധാരണ ബൈബിൾ തന്നെ അവർ ഉപയോഗിച്ചാൽ മതി. ഞാൻ എന്തായാലും ഈ പഠന ബൈബിളിൽ നിന്നാണ് വായിക്കാൻ പോണത്. അപ്പോൾ കാനായിലെ വിവാഹ വിരുന്ന്, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. കണ്ടോ? അപ്പോൾ ഈ പഠന ബൈബിളിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ ബൈബിളിൽ
അല്ലെങ്കിൽ പഴയ POC ബൈബിളിൽ എന്തായിരിക്കാം അല്ലേ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്നായിരിക്കാം. അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. അപ്പം ഇതാണ് കാനായിലെ വിവാഹ വിരുന്ന്. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫുട്നോട്ടാണ്. ഇതിൻ്റെ ഫുട്നോട്ടിൽ ഓരോ വചനങ്ങളെയും കുറിച്ച്, അപ്പം ഇതിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിലെ ഓരോ വചനത്തെയും എടുത്ത് അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ മൂലപദങ്ങളും എല്ലാം വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫുട്നോട്ടിൽ. അതാണ് ഞാനിനി വായിക്കാൻ പോണത്. അപ്പം ഈ ബൈബിൾ ഇല്ലാത്തവർ ഇത് ശ്രദ്ധിച്ച് കേട്ടിരുന്നോ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ. കാനായിലെ വിവാഹ വിരുന്ന് എന്ന വചനത്തെ എടുത്തിരിക്കുകയാണ്. കാനായിലെ വിവാഹ വിരുന്ന് എന്ന വചനത്തെ എടുത്തിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ്. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ആരംഭമാണിത്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം ബൈബിൾ ഇല്ലാത്തത് കൊണ്ട് അത് ചിലപ്പോൾ കേൾക്കുക മാത്രം ചെയ്യുമ്പോൾ അത്ര ഒരു വ്യക്തത വരില്ല. എന്നിരുന്നാലും കൂടി നിങ്ങളത് കേൾക്കുക. കയ്യിൽ ഈ ബൈബിളില്ലാത്തവർ ഉള്ളവരത് നോക്കി ഇരിക്കുക. കാനായിലെ വിവാഹ വിരുന്ന് യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ആരംഭമാണിത്. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ആരംഭമാണിത്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഈ വിവരണമില്ല. അതായത് മറ്റു സുവിശേഷങ്ങളിൽ ഈ ഒരു ഭാഗം വരുന്നില്ലല്ലോ. യഹൂദരുടെ ശുദ്ധീകരണ ആചാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ പ്രഥമ അടയാളം, ആദ്യത്തെ അടയാളം. നവദമ്പതിമാർ ആരായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നില്ലെങ്കിലും കണ്ടു. അതായത് അവിടെ മണവാളനും മണവാട്ടിയും ആരായിരുന്നെന്ന് അവരുടെ പേര് പറയുന്നുണ്ടോ? ഇല്ല, അവിടെ പേര് പറയുന്നില്ല സുവിശേഷത്തിൽ. നവദമ്പതിമാർ ആരായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നില്ലെങ്കിലും യേശുവിനെയും അവിടുത്തെ അമ്മയെയും അതിലുടനീളം നാം കാണുന്നു. ഇനി 3-ാം ദിവസം ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. 3-ാം ദിവസം എന്ന വാക്കിനെ, അപ്പോൾ ഈ കാനായിലെ കല്യാണ വിരുന്ന് ഫസ്റ്റ് തുടങ്ങണത്, അതിൻ്റെ ഹെഡ്ലൈൻ കാനായിലെ വിവാഹ വിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങണ ഒരു വചനമാണ്. എന്താണ് ആ വചനം? 3-ാം ദിവസം. അപ്പോൾ ആ 3-ാം ദിവസത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ്. സീനായ് മലയിൽ യാഹ്വേ 3-ാം ദിവസം സ്വയം വെളിപ്പെടുത്തിയതിനെ, പുറപ്പാട് 19:16, അതൊന്നും ഇപ്പോൾ എടുക്കണ്ട. അപ്പോൾ അത് പഴയ നിയമ വചനഭാഗത്തെ കോട്ട് ചെയ്തിരിക്കുകയാണ്. സീനായ് മലയിലെ യാഹ്വേ 3-ാം ദിവസം സ്വയം വെളിപ്പെടുത്തിയതിനെ ഇത് അനുസ്മരിപ്പിക്കുന്നു. ഏത്? ഈ 3-ാം ദിവസം എന്നുള്ളത്. പിന്നെ മറ്റൊരു വ്യാഖ്യാനം എന്താണ്? 3-ാം ദിവസം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ദിനമായി കാണാം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ദിനമായി കാണാം. എന്നിട്ട് പിന്നെ അടുത്ത വ്യാഖ്യാനം വരാണ്, 3-ാം ദിവസമാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്നിട്ട് കാന എന്ന വചനത്തിൻ്റെ ആ വാക്കിനെ കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. കാന പഴയ നിയമത്തിൽ അജ്ഞാതമായ ദേശം. ഞാൻ നിങ്ങളെ കാനാൻ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന
ദേശം, കാനാൻ ദേശം അല്ലേ. അപ്പോൾ ഒരു അജ്ഞാത ദേശമായിരുന്നു പഴയ നിയമത്തെ സംബന്ധിച്ചത്. മനസ്സിലാവുണ്ടോ? പഴയ നിയമത്തെ സംബന്ധിച്ച് അജ്ഞാത ദേശമാണത്. പഴയ നിയമത്തിൽ അജ്ഞാതമായ ദേശം. അത് കഴിഞ്ഞിട്ട് വിവാഹ വിരുന്നിനെ മാത്രം എടുത്തിരിക്കുകയാണ്. വിവാഹ വിരുന്ന് എന്ന് പറഞ്ഞ ആ വചനത്തെ മാത്രം എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. മിശിഹ രാജ്യത്തിലെ, അതായത് സ്വർഗരാജ്യത്തിലെ സമൃദ്ധിയും സന്തോഷവും ചിത്രീകരിക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പ്രതീകമാണിത്. എന്താണ് വിവാഹ വിരുന്ന് എന്ന് പറഞ്ഞാൽ? പഴയ നിയമത്തിൽ അതിനെ എന്തിൻ്റെ പ്രതീകമായിട്ടാണ്? മിശിഹ രാജ്യത്തിലെ സമൃദ്ധി സന്തോഷവും ചിത്രീകരിക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പ്രതീകമാണിത്, വിവാഹ വിരുന്ന് എന്ന വാക്ക്. എന്നിട്ട് ഹോസിയ, ഏശയ, ജെർമിയ ഇതിൻ്റെയൊക്കെ വചനക്കോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, വിവാഹം പഴയ നിയമത്തിൽ യാഹ്വേയും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെയും, ശ്രദ്ധിക്കണേ, വിവാഹം പഴയ നിയമത്തിൽ യാഹ്വേയും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെയും, പുതിയ നിയമത്തിൽ കണ്ടോ, വിവാഹം പഴയ നിയമത്തിൽ യാഹ്വേയും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഉടമ്പടി ബന്ധം. പുതിയ നിയമത്തിലോ? പുതിയ നിയമത്തിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും പ്രതീകമാണ്. ഞാൻ ഇവിടെ പറയണത് നിങ്ങൾക്ക് വ്യക്തമാണോ? കേൾക്കണുണ്ടല്ലോ അല്ലേ? ഇപ്പം അത് കേട്ടോ. വിവാഹം, ഞാൻ ഒരിക്കൽ കൂടി വായിക്കണാണ്. വിവാഹം പഴയ നിയമത്തിൽ വിവാഹം എന്തിൻ്റെ പ്രതീകമാണ്? യാഹ്വേയും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രതീകമാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെയും പ്രതീകമാണത്. ഉണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തെ വ്യാഖ്യാനിക്കുകയാണ്. 3-ാമത്തെ വചനം തുടങ്ങുന്നത് എന്താണ്? അവർക്ക് വീഞ്ഞില്ല. എന്താണ് പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല. ആര് പറഞ്ഞു? മാതാവ് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞ്, ശ്രദ്ധിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്നല്ല, അവർക്ക് വീഞ്ഞില്ല എന്നാണ് യേശുവിനെ അറിയിക്കുന്നത്. ശ്രദ്ധിച്ചോ? യേശുവിൻ്റെ അമ്മ അവർക്ക്, അതായത് ആ കല്യാണ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയി എന്നല്ല യേശുവിനെ അറിയിച്ചത്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്നാണ് യേശുവിനെ അറിയിക്കുന്നത്. യേശു തൻ്റെ അടയാളം വഴി ആ വിരുന്നിൽ വീഞ്ഞിൻ്റെ കുറവ് പരിഹരിക്കുകയല്ല. കണ്ടോ? യേശു തൻ്റെ അടയാളം വഴി ആ വിരുന്നിൽ വീഞ്ഞിൻ്റെ കുറവ് പരിഹരിക്കുകയല്ല, പിന്നെന്താ ചെയ്തേ? അവർക്കില്ലാത്തത് നൽകുകയാണ് ചെയ്തത്. അവർക്ക് ഇല്ലാത്തത് നൽകുകയാണ് ചെയ്തത്. അവർക്ക് എന്തില്ലായിരുന്നു? വീഞ്ഞില്ല. മനസ്സിലായോ? ആ വിരുന്നിൽ വീഞ്ഞിൻ്റെ കുറവ് പരിഹരിക്കുകയല്ല ഈശോ ചെയ്തത്. പിന്നെന്താണ് ഈശോ ചെയ്തത്? അവർക്കില്ലാത്തത് നൽകുകയാണ് ചെയ്യുന്നത്. വീഞ്ഞ് പ്രതീകാത്മകമാണെന്ന സൂചനയാണ് ഇവിടെ. അപ്പോൾ വീഞ്ഞെന്താണ് ഇവിടെ? വീഞ്ഞെന്താണ്? പ്രതീകമാണ് കേട്ടോ. വീഞ്ഞ് പ്രതീകമാണ്. അപ്പോൾ അത് താഴെ പിന്നെ പതുക്കെ വരും. അത് എന്താണ് വീഞ്ഞിൻ്റെ അർത്ഥം? എന്താണ് വീഞ്ഞ്? എന്തിൻ്റെ വീഞ്ഞ് പ്രതീകമാണ് അല്ലേ? കണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പരിശുദ്ധമ്മ വീഞ്ഞ് തീർന്നു പോയി എന്നല്ല പറഞ്ഞ അല്ലേ? എന്താ പറഞ്ഞത് പിന്നെ ഈശോനോട്? വീഞ്ഞ് തീർന്നു പോയി എന്നാണോ പറഞ്ഞത്? ഇല്ല, അവർക്ക് വീഞ്ഞ് ഇല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഈശോ എന്താ ചെയ്തത്? ആ കുറവ്, അവിടെ വീഞ്ഞ് ഇല്ല എന്നുള്ളത് പരിശുദ്ധമ്മ അറിയിച്ചപ്പോൾ ആ വീഞ്ഞില്ലായ്മയെ കുറവ് പരിഹരിക്കുകയല്ല ഈശോ ചെയ്തത്. പിന്നെ ഈശോ എന്താ ചെയ്തത്? അവർക്ക് ഇല്ലാത്തതിനെ, അവർക്കില്ലാത്ത ഒരു കാര്യത്തെ കൊടുക്കുകയാണ് അല്ലേ? അവർക്കില്ലാത്ത ഒരു കാര്യത്തെ നൽകുകയാണ്. അവർക്കില്ലാത്തത് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി 4-ാമത്തെ വചനം, സ്ത്രീയെ എന്ന് വിളിക്കുന്നുണ്ട് ഇല്ലേ? മാതാവിനെ സ്ത്രീ ഇല്ലേ? ഈശോ അമ്മയെ എന്തെന്ന് വിളിക്കുന്നു? സ്ത്രീയെ അല്ലേ? ആ ഒരൊറ്റ വചനത്തെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഈ അഭിസംബോധന, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന ദൈവവാഗ്ദാനം, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15 അല്ലേ? അവിടെ ഈ വാഗ്ദാനം അരുളി ചെയ്യുന്നുണ്ട്.
ഈ അഭിസംബോധന സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന ദൈവവാഗ്ദാനത്തെ സൂചിപ്പിക്കുന്നു. എന്ത്? സ്ത്രീയെ എന്നുള്ളത് അല്ലേ? അവിടെയും സ്ത്രീ എന്ന് അല്ലേ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ സ്ത്രീ എന്നുള്ള വാക്കിനെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെയും സ്ത്രീ എന്ന് ഈശോ വിളിക്കുകയാണ്. അപ്പം അതിൻ്റെ എന്താണത് സൂചിപ്പിക്കുന്നത്? ഈ അഭിസംബോധന സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന ദൈവവാഗ്ദാനം സൂചിപ്പിക്കുന്നു. പുതിയ ഹവ്വയുടെ സാന്നിധ്യത്തിൽ പുതിയ ആദമായ യേശു, പുതിയ ഹവ്വയുടെ സാന്നിധ്യത്തിൽ, പുതിയ ഹവ്വ ആരാണ്? മാതാവ്. പുതിയ ഹവ്വയുടെ സാന്നിധ്യത്തിൽ പുതിയ ആദമായ യേശു തൻ്റെ രക്ഷാകര ദൗത്യത്തിന് ആരംഭം കുറിക്കുന്നു. അതായത് പഴയ ആദത്തിലൂടെയും പഴയ ഹവ്വയിലൂടെയും വന്ന മരണത്തെ പുതിയ ഹവ്വയും പുതിയ ആദമും ഒരു പുതുജീവൻ നൽകിക്കൊണ്ട് തിരിച്ചു പിടിക്കുകയാണ്. അപ്പം അതിൻ്റെ ആരംഭമാണ് ആ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ആരംഭം കുറിക്കുന്നു. എന്നിട്ട് പിന്നത്തെ വചനം എന്താണെന്നറിയാമോ? എനിക്കും നിനക്കും എന്ത്? എനിക്കും നിനക്കും എന്തെന്ന് ചോദിച്ചല്ലോ ഈശോ. അപ്പം അതിനെക്കുറിച്ച് പറയാം. എനിക്കും നിനക്കും എന്ത്? ഹെബ്രായ ഭാഷയിലുള്ള ഈ പ്രയോഗത്തിന് ഒരഭ്യർത്ഥന നിരസിക്കുന്നുവെന്നോ ഒരഭ്യർത്ഥന സ്വീകരിക്കുന്നെന്നോ നിരസിക്കുന്നെന്നോ അർത്ഥമുണ്ട്. ഹെബ്രായ ഭാഷയിലുള്ള ഈ പ്രയോഗത്തിന് എനിക്കും നിനക്കും എന്ത് എന്നുള്ള വചനത്തെയാണ് പറയുന്നത്. ഹെബ്രായ ഭാഷയിലുള്ള ഈ പ്രയോഗത്തിന് ഒരഭ്യർത്ഥന സ്വീകരിക്കുന്നെന്നോ നിരസിക്കുന്നെന്നോ അർത്ഥമുണ്ട് അല്ലേ? സ്വീകരിക്കുന്നുവെന്നും അർത്ഥമുണ്ട്, നിരസിക്കുന്നുവെന്നും അർത്ഥമുണ്ടെന്നും. യേശുവിൻ്റെ ഈ വചനത്തെ ഇവിടെ 3 വിധത്തിൽ വ്യാഖ്യാനിക്കാം. എനിക്കും നിനക്കും എന്ത് എന്നുള്ള ആ വചനത്തെ, യേശുവിൻ്റെ ആ വചനത്തെ ഇവിടെ 3 വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയാണ്? അത് 3 കാര്യങ്ങൾ. മറിയത്തിൻ്റെ അപേക്ഷയെ നിരസിക്കൽ ഒന്നാമത്തെ കാര്യം എന്താണ്? മറിയത്തിൻ്റെ അപേക്ഷയെ നിരസിക്കൽ. അങ്ങനത്തെ ഒരർത്ഥമായിട്ട് വേണമെങ്കിൽ കൂട്ടാം. മറിയത്തിൻ്റെ ഇടപെടലിനുള്ള ശാസനയായിട്ട് കൂട്ടാം രണ്ടാമത്തെ വിധം. ഇനി 3-ാമത്തെ വിധമാണ് ഇടപെടലിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചുള്ള ചോദ്യം അല്ലേ? ഇടപെടലിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചുള്ള ചോദ്യം 3-ാമത്തത്. രക്ഷാകര ദൗത്യത്തിൽ 2 പേരുടെയും പങ്കിനെ വ്യക്തമാക്കുന്ന 3-ാമത്തെ വ്യാഖ്യാനത്തിനാണ് ഇവിടെ മുൻതൂക്കം. എന്താണ് ആ 3-ാമത്തെ വ്യാഖ്യാനം? ഇടപെടലിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച്. സാങ്കത്യം എന്ന വാക്കിനർത്ഥം എന്താണ് ശരിക്ക്? സാങ്കത്യം അത് ശരിക്കും മലയാളം അർത്ഥം എന്തെന്നായിരിക്കും? അപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെയാണ് വന്നത്. അത് അത്ര വ്യക്തതയാണോ എന്ന് എനിക്കറിയില്ല. ഇടപെടലിൻ്റെ സാങ്കത്യം അല്ലേ? അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചോദ്യം അല്ലേ? അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന്. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം. സാങ്കത്യത്തെക്കുറിച്ചുള്ള ചോദ്യം രക്ഷാകര ദൗത്യത്തിൽ 2 പേരുടെയും പങ്കിനെ വ്യക്തമാക്കുന്ന 3-ാമത്തെ വ്യാഖ്യാനമാണിത്. ആ വ്യാഖ്യാനത്തിനാണ് മുൻതൂക്കം. നീ ഇപ്പം എന്തിനാണ് ഇതിൽ ഇടപെടണത് എന്നുള്ള ഒരു അർത്ഥതലമാണ്. അപ്പം എന്താണ് ശരിക്കും എന്താണ് ഇതിൻ്റെ ആവശ്യകത? എന്താണ്? അപ്പം മറിയം ഈശോയോട് അല്ലേ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ല, നീ എൻ്റെ ഉദരത്തിൽ വന്ന് പിറന്നത് ഇവർക്ക് ആ പുതിയ വീഞ്ഞ് കൊടുക്കാനല്ലേ? ആ വീഞ്ഞ് നീ കൊടുക്ക് അല്ലേ? ആ പുതിയ വീഞ്ഞ് നീ കൊടുക്കാനല്ലേ എൻ്റെ ഉദരത്തിൽ നീ വന്ന് പിറന്നത്? അപ്പം അത് കൊടുക്ക്. അത് കൊടുക്ക്. അതാണ് അതിൻ്റെ ആവശ്യകത. രക്ഷാകര ദൗത്യത്തിന് 2 പേരുടെയും പങ്കിനെ വ്യക്തമാക്കുന്ന 3-ാമത്തെ വ്യാഖ്യാനത്തിനാണ് മുൻതൂക്കം. ഇനി എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ആ വചനത്തിനെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല എന്ന ആ വചനത്തെ പറയുകയാണ്. സമയം ഈ സുവിശേഷത്തിൽ
പീഡാസഹനം, മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്നിവ അർത്ഥമാക്കുന്നു. അതായത് പെസഹ രഹസ്യത്തെ ആസ്പദമാക്കിയാണ് ഈശോ പറയുന്നത്. എന്ത് പറയുന്നു? എൻ്റെ സമയം ഇനിയും, എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, അവൻ്റെ പെസഹ രഹസ്യം ഇനിയും ആയിട്ടില്ല. അപ്പം അതിനു മുമ്പ് എങ്ങനെയാണ്? പക്ഷേ യേശുവിന് അതിൻ്റെ മുന്നാസ്വാദനം നൽകാൻ പറ്റുമോ ഇല്ലയോ? അതിൻ്റെ മുന്നാസ്വാദനം നൽകാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ സമയം എന്നത് ഈ സുവിശേഷ ഭാഗത്തിൽ പീഡാസഹനം, മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്നിവയെ അർത്ഥമാക്കുന്നു. യേശുവിൻ്റെ മണിക്കൂർ എന്നതിനെക്കുറിച്ചുള്ള ആ വചനത്തിൻ്റെ വ്യാഖ്യാനമാണത്. ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ 5-ാമത്തെ വചനം എന്താണ് പറയണത്? അവൻ പറയുന്നത് എന്തായാലും ചെയ്യുവിൻ, അത് ചെയ്യുവിൻ. അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ, ഇല്ലേ? അവൻ പറയുന്നത് ചെയ്യുവിൻ എന്നും അല്ലേ? മറ്റു ബൈബിളുകളിൽ അങ്ങനെയാണ്. അപ്പം ഇതിലെഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് യേശു പറയുന്ന വചനത്തിലേക്കും, ശ്രദ്ധിക്കണേ, യേശു പറയുന്ന വചനത്തിലേക്കും യേശുവാകുന്ന വചനത്തിലേക്കുമാണ് മറിയം പരിചാരകരെ നയിക്കുന്നത്. എന്താണ്? യേശു പറയുന്ന വചനത്തിലേക്കും യേശുവാകുന്ന വചനത്തിലേക്കുമാണ് മറിയം പരിചാരകരെ നയിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയട്ടെ. യേശു പറയുന്ന വചനത്തിലേക്കും യേശു ആകുന്ന വചനത്തിലേക്കും, യേശു പറയുന്ന വചനത്തിലേക്കും യേശു ആകുന്ന വചനത്തിലേക്കുമാണ് മറിയം പരിചാരകരെ നയിക്കുന്നത്. മറിയത്തിന് യേശുവിലുള്ള ദൃഢമായ വിശ്വാസം ഇവിടെ പ്രകടമാകുന്നു. ഇപ്പം ഇത് മറ്റുള്ളവരൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തിനാ ഇത്ര പ്രാവശ്യം വായിക്കണമെന്നൊക്കെ ചിലപ്പോൾ ചിന്ത വരും. മനസ്സിലായോ? ഇതെന്തിന് ഇത്ര പ്രാവശ്യം 3, 4, 5 പ്രാവശ്യമൊക്കെ വായിക്കണേ? പക്ഷേ നിങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എത്ര പ്രാവശ്യം വായിച്ചാലും മതിയാവും? ഇത് എത്ര പ്രാവശ്യം വായിച്ചാലും മതിയാവും? നമുക്ക് ഈ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് ഇത്രയെങ്കിലും ഇപ്പം മനസ്സിലാക്കാൻ ഈ ബൈബിളിലൂടെ ഇങ്ങനെ ഒരു പഠന ബൈബിൾ കിട്ടിയില്ലായിരുന്നെങ്കിലോ? മനസ്സിലായോ? ഇതൊക്കെ കുറച്ചൊക്കെ നമുക്ക് കുറേയൊക്കെ അറിവുണ്ടായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ ആ ടെക്സ്റ്റിൽ നിന്ന് വായിക്കുമ്പോഴേ, ഈ ടെക്സ്റ്റിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരാനന്ദമുണ്ട്. ആ ആനന്ദമാണ് പല ആവർത്തി വായിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായോ? ആ ആനന്ദമാണ് പല ആവർത്തി വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുവിനെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയണത്? യേശു പറയുന്ന വചനത്തിലേക്കും യേശു ആകുന്ന വചനത്തിലേക്കുമാണ് മറിയം പരിചാരകരെ നയിക്കുന്നത്. മറിയത്തിന് യേശുവിലുള്ള ദൃഢമായ വിശ്വാസം ഇവിടെ പ്രകടമാകുന്നു. കണ്ടോ? മറിയത്തിന് യേശുവിലുള്ള ദൃഢമായ വിശ്വാസം ഇവിടെ പ്രകടമാകുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് 6 കൽഭരണികൾ അല്ലേ? 6 കൽഭരണികൾ കൊണ്ടുവരാൻ പറയാണ്. അപ്പം ആ വചനത്തെ വ്യാഖ്യാനിക്കുകയാണ്, അതിൻ്റെ അർത്ഥം പറയുകയാണ്. മൊത്തം 120 ഗാലൻ വെള്ളം ഉൾക്കൊള്ളുന്നവ. ശുദ്ധീകരണ കർമ്മത്തിനുള്ള ഇതിലെ വെള്ളം മോശയുടെ നിയമത്തെ സൂചിപ്പിക്കുന്നു. കണ്ടോ? എന്താണ്? ശുദ്ധീകരണ കർമ്മത്തിനുള്ള ഇതിലെ വെള്ളം മോശയുടെ നിയമത്തെ സൂചിപ്പിക്കുന്നു. കണ്ടോ? പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? 6, അതായത് 7-1 കുറവ്. 6 എന്ന് പറയുമ്പോൾ 7-1 കുറവ്. അപ്പോൾ ഈ 6 എന്ന് പറഞ്ഞത് അപൂർണതയാണ്, പൂർണ്ണതയല്ല. മനസ്സിലായോ? 6 എന്ന് പറഞ്ഞാൽ പൂർണ്ണത അല്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ 6, 7-1 കുറവ്. അപ്പോൾ 6 എന്നത് അപൂർണതയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ 6 എന്നത് അപൂർണതയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ മോശയുടെ നിയമത്തിൻ്റെ അപൂർണതയാണ് യേശു ഇവിടെ മറികടക്കുന്നത്. കണ്ടോ? 6 എന്നത് അപൂർണതയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ മോശയുടെ നിയമത്തിൻ്റെ അപൂർണതയെയാണ് യേശു ഇവിടെ മറികടക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ കൽപ്പനകളെ അല്ലേ, നിയമത്തെ റദ്ദാക്കാനല്ല ഞാൻ വന്നത്,
അല്ലേ? എന്താണ് പറഞ്ഞത്? ഞാൻ നിയമത്തെ റദ്ദാക്കാൻ വന്ന ആളല്ല, അതിനെ പൂർത്തിയാക്കാൻ വന്ന ആളാണ്. മനസ്സിലായി? അതിനെ പൂർത്തിയാക്കാൻ. അപ്പം യേശുവിലൂടെയാണ് ആ 10 കൽപ്പനകൾ പൂർത്തീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇനി ശ്രദ്ധിക്കണേ, 9-ാമത്തെ വചനം, മണവാളൻ. മണവാളൻ എന്ന ആ വചനത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണേ. കല്യാണ വിരുന്നിലെ പേര് പറയപ്പെടാത്ത വരൻ. കല്യാണ വിരുന്നിലെ പേര് പറയപ്പെടാത്ത വരൻ. പേര് പറയപ്പെടാത്ത വരൻ അതാരാണത്? ആത്മീയ തലത്തിൽ വധുവായ സഭയുടെ മണവാളൻ യേശുവാണ്. ആത്മീയ തലത്തിൽ വധുവായ സഭയുടെ മണവാളൻ ആരാണ്? യേശുവാണ്. യോഹന്നാൻ പിന്നീട് യേശുവിനെ മണവാളൻ എന്ന് വിളിക്കുന്നുണ്ട്. യോഹന്നാൻ പിന്നീട് യേശുവിനെ മണവാളൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇവിടെ മണവാളൻ? ആരാണ്? യേശുവാണ് ഇവിടെ മണവാളൻ. കല്യാണ വിരുന്നിലെ പേര് പറയപ്പെടാത്ത വരൻ ആത്മീയ തലത്തിൽ വധുവായ സഭയുടെ മണവാളൻ യേശുവാണ്. ഇനി മേൽത്തരം വീഞ്ഞ്, 10-ാമത്തെ വചനം. മേൽത്തരം വീഞ്ഞ് എന്ന വചനത്തെ വ്യാഖ്യാനിക്കുകയാണ്. അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് സഭ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പ്രതീകത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. മേൽത്തരം വീഞ്ഞെന്ന് പറഞ്ഞ ആ വചനത്തിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പ്രതീകത്തിന്, അപ്പോൾ പ്രതീകങ്ങളാണ് ഈ മേൽത്തരം വീഞ്ഞെന്നൊക്കെ പറയണത്. അപ്പോൾ അതിന് പല അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ അതിൽ 2-3-4 അർത്ഥതലങ്ങൾ എഴുതിയിരിക്കുകയാണ് അടിയിലേക്ക്. 1-ാമത്തെ അർത്ഥതലം എന്താണ്? മിശിഹ കാലത്തിൻ്റെ പ്രതീകമായ വീഞ്ഞിൻ്റെ സമൃദ്ധി. ശ്രദ്ധിക്കണേ, മിശിഹ കാലത്തിൻ്റെ പ്രതീകമായ വീഞ്ഞിൻ്റെ സമൃദ്ധി 1-ാമത്തെ അർത്ഥതലം. 2-ാമത്തെ അർത്ഥതലം എന്താണ്? വൈവാഹിക സ്നേഹത്തിൻ്റെ ആനന്ദം. വൈവാഹിക സ്നേഹത്തിൻ്റെ ആനന്ദം 2-ാമത്. 3-ാമത്തത് എന്താണ്? വീഞ്ഞിന് സത്താഭേദം വരുത്തി യേശു തന്നെ ലോകത്തിന് നൽകുന്നതിൻ്റെ മുന്നാസ്വാദനം. ഇതാണ് ഇപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇത്തിരി മുമ്പ് വായിച്ചത്. ഇത് വേറൊരു വിരുന്നിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞില്ലേ? ഇത് വേറൊരു വിരുന്നിൻ്റെ അടയാളമാണ്. എന്താണ് ആ വേറൊരു വിരുന്ന്? അതായത് സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയുടെ ഒരു മുൻ ആസ്വാദനമാണ് ഭൂമിയിൽ നടക്കുന്ന ലിറ്റർജി. എന്താണ് പറഞ്ഞത്? സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയുടെ ഒരു മുൻ ആസ്വാദനമാണ് ഭൂമിയിൽ നടക്കുന്ന ലിറ്റർജി. മനസ്സിലായോ? അപ്പോൾ ആ സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയുടെ ആ വിവാഹ വിരുന്നിൻ്റെ അടയാളമാണ് എന്ത്? ഈ കാനായിലെ വിവാഹ വിരുന്ന്. അപ്പം ഇത് വേറൊരു വിരുന്നിൻ്റെ അടയാളമാണ്. കണ്ടോ? അത് സ്വർഗത്തിലെ ലിറ്റർജിയാണത്. അതിൻ്റെ മുന്നാസ്വാദനമാണ് നമ്മളിവിടെ കാണുന്ന ഭൂമിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാന എന്ന കൂദാശ. അപ്പോൾ 3-ാമത്തെ അർത്ഥതലം എന്താണ്? വീഞ്ഞിന് സത്താഭേദം വരുത്തി യേശു തന്നെ ലോകത്തിന് നൽകുന്നതിൻ്റെ മുന്നാസ്വാദനം. കണ്ടോ? വീഞ്ഞിന് സത്താഭേദം വരുന്നത് എവിടെയാണ്? വീഞ്ഞിന് സത്താഭേദം വരുന്നത് എവിടെയാണ്? വെള്ളം അല്ലേ? വെള്ളത്തിൻ്റെ സത്ത മാറി അത് വീഞ്ഞായി കാനായിലെ കല്യാണ വിരുന്നിൽ. ഇനി ആ വീഞ്ഞിന് സത്താഭേദം വന്ന് അത് യേശുവിൻ്റെ തിരുരക്തമായി മാറുന്നത് ഓരോ ബലിപീഠത്തിലുമാണ്. ഓരോ ബലിപീഠത്തിലും. അതാണ് വീഞ്ഞിന് സത്താഭേദം വരുത്തി യേശു തന്നെ ലോകത്തിന് നൽകുന്നതിൻ്റെ മുന്നാസ്വാദനം. കണ്ടോ? വീഞ്ഞിന് സത്താഭേദം വരുത്തി യേശു തന്നെ ലോകത്തിന് നൽകുന്നതിൻ്റെ മുന്നാസ്വാദനം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണം, 4-ാമത്തെ അർത്ഥതലം പറയാണ് സ്വർഗീയ ജീവിതത്തിൻ്റെ. അതാണ് ഈ മേൽത്തരം വീഞ്ഞെന്ന വചനത്തെ വ്യാഖ്യാനിക്കുകയാണ് കേട്ടോ സഭ. ആരാ വ്യാഖ്യാനിക്കണത്? ആരാ വ്യാഖ്യാനിക്കണേ? സഭ വ്യാഖ്യാനിക്കുകയാണ് മേൽത്തരം വീഞ്ഞ് എന്ന വചനത്തെ. അപ്പം 4-ാമത്തെ അർത്ഥതലം എന്താണ്?
സ്വർഗീയ ജീവിതത്തിൻ്റെ പ്രതീകമായ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന്. സ്വർഗീയ ജീവിതത്തിൻ്റെ, അതായത് നിത്യതയിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമായ കുഞ്ഞാടിൻ്റെ, അതാണ് സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി. ഈ ഭൂമിയിൽ നടക്കുന്ന ലിറ്റർജി, അത് സ്വർഗത്തിൽ എന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഹീബ്രു കവിതയിൽ മുന്തിരിച്ചാറിനെ രക്തം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഹീബ്രു കവിതയിലെ മുന്തിരിച്ചാറിനെ രക്തം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. നിങ്ങളിത് കേട്ടോ മുഴുവനും? ഞാനിതിപ്പോൾ പറഞ്ഞത് ഇത്രയും കേട്ടോ നിങ്ങൾ? ഇത് എഴുതിയെടുത്താ? ഈ ബൈബിൾ നിങ്ങളെല്ലാവരും മേടിക്കണം. പഠന ബൈബിൾ, അതായത് എന്താണ്, റിവൈസ്ഡ് ബൈബിൾ അല്ലേ? പരിഷ്കരിച്ച പുതിയ നിയമം. പഴയ നിയമവും പുതിയ നിയമവും കൂടിയിട്ടുള്ള, രണ്ടും കൂടിയുള്ള ബൈബിള് പരിഷ്കരിച്ചത് പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നിയമം മാത്രം പരിഷ്കരിക്കപ്പെട്ട ബൈബിളും ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് പുതിയ നിയമം മാത്രം പരിഷ്കരിച്ചിട്ട് ഇറക്കിയിരിക്കുന്ന പഠന ബൈബിൾ. ഇതാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് വചനങ്ങളെയൊക്കെ നമുക്ക് കുറേയേറെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ തലങ്ങളും അതിൻ്റെ ആഴവും വ്യാപ്തിയും അതിൻ്റെ മൂലപദങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ കാനായിലെ വിവാഹ വിരുന്നിനെക്കുറിച്ച് നമുക്ക് ഇത്രയും ഒരു പ്രത്യേക ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും വലിയ കാര്യമൊന്നും കിട്ടിയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ആ ടെക്സ്റ്റ് നോക്കി വായിച്ച് അത് നോക്കുമ്പോഴാണ്, ഞാനിവിടെ നിന്ന് ഇങ്ങനെ പറയണത് മാത്രം കേട്ടത് കൊണ്ടായില്ല. അത് എന്ത് ചെയ്യണം, അത് നമ്മുടെ ആ കയ്യിൽ ആ ടെക്സ്റ്റോട് കൂടി ഇരിക്കുമ്പോൾ അത് നോക്കി, ഞാനിവിടെ പറയുമ്പോൾ അത് നോക്കി നിങ്ങളത് അവിടെ നോക്കി അത് നിങ്ങളും ഹൃദയത്തിൽ വായിക്കുമ്പോഴാണ് അത് കൂടുതൽ അതിൻ്റെ അന്തസത്ത മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ 2618 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഒന്നും കൂടി വായിക്കാം. അതൊന്നും കൂടി വായിക്കട്ടെ. ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നിങ്ങളെടുത്തോട്ടോ. 2618. വായിക്കട്ടെ. മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നും കണ്ടോ. മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നത് നമ്മൾ ഇതിനു മുമ്പത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുകയും അത് വായിക്കുകയും അത് കുറച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ, 2617. അപ്പോൾ മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് അത് നമ്മൾ കണ്ടു അല്ലേ ഇതിനു മുമ്പ്. അവൾ എങ്ങനെയാണ് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചതും, അതായത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് അവൾ തന്നെ പൂർണ്ണമായി തൻ്റെ അസ്തിത്വം മുഴുവനും സമർപ്പിക്കുന്ന ആ വിശ്വാസത്തിലൂടെയുള്ള പ്രാർത്ഥന നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നും കണ്ടോ, കോണ്ടംപ്ലേഷൻ. മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നും അത് കോണ്ടംപ്ലേഷൻ, മധ്യസ്ഥം വഹിക്കുന്നുവെന്നും അത് ഇൻ്റർസെഷൻ. കണ്ടോ, മധ്യസ്ഥം വഹിക്കുന്നുവെന്നും സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കണ്ടോ, സുവിശേഷം ആണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എന്ത്? അവളുടെ കോണ്ടംപ്ലേഷനും അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനയും. കാനായിൽ വെച്ച് യേശുവിൻ്റെ അമ്മ ഒരു വിവാഹ, ഇപ്പിനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇല്ലേ? ഇപ്പം ഇത് വായിക്കുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ലയോ? നമ്മൾ ആ സുവിശേഷ ഭാഗത്തെ ഇങ്ങനെ ഇപ്പം ഇത്രയും പറഞ്ഞ് വെച്ചപ്പോൾ നമുക്കിത് ഇനി പെട്ടെന്ന് മനസ്സിലാവില്ലേ? നോക്കിക്കോ, യേശുവിൻ്റെ അമ്മ ഒരു വിവാഹ സദ്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ. കണ്ടോ, അതൊരു വെറുമൊരു വിവാഹ സദ്യ ആയിരുന്നില്ല, വിവാഹ വിരുന്നായിരുന്നില്ല. അത് സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയുടെ ഒരു മുന്നാസ്വാദനവും, ആ ആസ്വാദനം തന്നെ മുന്നാസ്വാദനം തന്നെയാണ് നമ്മൾ ഇന്ന്
നിരന്തരം നമ്മളുടെ ജീവിതത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവ്യബലി. മനസ്സിലായോ? യേശുവിൻ്റെ അമ്മ ഒരു വിവാഹ സദ്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പുത്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇത് വേറൊരു വിരുന്നിൻ്റെ അടയാളമാണ്. ശ്രദ്ധിക്കണേ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ. തൻ്റെ മണവാട്ടിയായ സഭയുടെ അഭ്യർത്ഥന പ്രകാരം, കണ്ടോ, തൻ്റെ മണവാട്ടിയായ സഭയുടെ അഭ്യർത്ഥന പ്രകാരം സ്വന്തം ശരീരരക്തങ്ങൾ ദാനം ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ വിവാഹ സദ്യയുടെ അടയാളം. ഓരോ വാക്കിനും പ്രസക്തിയുണ്ട്, ഓരോ വാക്കിനും അതിൻ്റെ വ്യാപ്തിയും ആഴവും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെന്നാണ് പറഞ്ഞത്? ഇത് വേറൊരു വിരുന്നിൻ്റെ അടയാളമാണ്. തൻ്റെ മണവാട്ടിയായ സഭയുടെ അഭ്യർത്ഥന പ്രകാരം സ്വന്തം ശരീരരക്തങ്ങൾ ദാനം ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ വിവാഹ സദ്യ. ആ വിവാഹ സദ്യ എവിടെയാണ്? ഓരോ ബലിപീഠത്തിലും അർപ്പിക്കപ്പെടും. അതിൻ്റെ അടയാളമാണ് എന്ത്? ഈ കാനായിലെ വിവാഹ വിരുന്ന്. മനസ്സിലായോ? കുരിശിൻ ചുവട്ടിൽ പുതിയ ഉടമ്പടിയുടെ മണിക്കൂറിലാണ്, കണ്ടോ, പുതിയ ഉടമ്പടിയുടെ മണിക്കൂറിലാണ് സ്ത്രീയായും പുതിയ ഹവ്വയായും ജീവനിലുള്ളവരുടെ യഥാർത്ഥ അമ്മയായും മറിയം ശ്രവിക്കപ്പെടുന്നത്. അപ്പം മറിയത്തെ മൂന്ന് തലത്തിൽ അഭിസംബോധന ചെയ്യുകയാണ്. മൂന്ന് പേരുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ആ മൂന്ന് മറിയത്തെ മൂന്ന് രീതിയിൽ പരാമർശിക്കുകയാണ്. എന്തൊക്കെയാണ്? സ്ത്രീയായി, പുതിയ ഹവ്വയായും ജീവനുള്ളവരുടെ യഥാർത്ഥ അമ്മയായി മറിയം ശ്രവിക്കപ്പെടും. ഇനി 2674, അതിൻ്റെ സൈഡ് കണ്ണിക 2674. 2674. എടുത്തോ, വായിക്കട്ടെ. മംഗളവാർത്തയിൽ വിശ്വാസപൂർവം തൻ്റെ സമ്മതം നൽകിയ മറിയം. മംഗളവാർത്തയിൽ വിശ്വാസപൂർവം തൻ്റെ സമ്മതം നൽകിയ മറിയം കുരിശിൻ ചുവട്ടിൽ നിസ്സംശയം അത് കാത്തുപാലിക്കുകയും അപകടങ്ങളാലും വൈഷമ്യങ്ങളാലും ചുറ്റപ്പെട്ട് യാത്ര തുടരുന്ന സ്വപുത്രൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവളുടെ മാതൃത്വം എക്കാലവും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. മാതാവിൻ്റെ എന്താണ് ആ വാക്ക്? മാതാവിൻ്റെ സംരക്ഷണം അല്ലേ? മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു ആ ഭാഗത്തെയാണ് ഈ വാക്ക്, അല്ലെങ്കിൽ ആ കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തെന്നാണ് പറഞ്ഞത്? മംഗളവാർത്തയിൽ വിശ്വാസപൂർവം തൻ്റെ സമ്മതം നൽകിയ മറിയം കുരിശിൻ ചുവട്ടിൽ നിസ്സംശയം അത് കാത്തുപാലിക്കുകയും അപകടങ്ങളാലും വൈഷമ്യങ്ങളാലും ചുറ്റപ്പെട്ട് യാത്ര തുടരുന്ന, കണ്ടോ, അപകടങ്ങളാലും വൈഷമ്യങ്ങളാലും ചുറ്റപ്പെട്ട് യാത്ര തുടരുന്ന സ്വപുത്രൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും, കണ്ടോ, സ്വപുത്രൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവളുടെ മാതൃത്വം, കണ്ടോ, ദൈവമാതാവ് അവളുടെ മാതൃത്വം എക്കാലവും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ജപമാല എത്തിച്ച് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കെ പറയണം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ജപമാല വെറുതെ 15-20 മിനിറ്റ് കൊണ്ട് അങ്ങനെയല്ല. മിനിമം 1.5 മണിക്കൂറിലധികമെങ്കിലും എടുക്കും. ഒരു 53 മണി ജപം അത്യാവശ്യം വേണ്ട രീതിയിൽ, അത്യാവശ്യം വേണ്ട ഒരു ധ്യാനിച്ചുകൊണ്ട്, അതിനെ ഓരോ രഹസ്യവും ധ്യാനിച്ചുകൊണ്ട് അതിനെ ആ ജപമാല അർപ്പിച്ച് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 1.5 മണിക്കൂർ എന്തായാലും എടുക്കും. മനസ്സിലായോ?
ഏകമധ്യസ്ഥനായ യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മാർഗം. എന്താണ്? ഏകമധ്യസ്ഥനായ യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മാർഗം. കാരണം എന്താണ്? യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മാർഗമെന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നൊക്കെ നമ്മൾ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനത്തിലൂടെ നമ്മൾ പഠിച്ചായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഏകമധ്യസ്ഥനായ യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മാർഗം. അവിടുത്തെയും നമ്മുടെയും അമ്മയായ മറിയം അവിടുത്തെ പ്രകാശപൂരിതമായ പ്രതിരൂപമായി തീരുന്നു. കണ്ടോ? അവിടുത്തെ പ്രകാശപൂരിതമായ പ്രതിരൂപം. അവൾ ശരിക്കും ഈശോയോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? പ്രകാശപൂരിതമായ പ്രതിരൂപമായി തീരുന്നു. അവൾ നമുക്ക് വഴി കാട്ടിത്തരുന്നു. പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ പരമ്പരാഗതമായ പ്രതീക ചിത്രകലയനുസരിച്ച്, കണ്ടോ? പാശ്ചാത്യ പൗരസ്ത്യ, രണ്ട് പാരമ്പര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് പാശ്ചാത്യ പൗരസ്ത്യ? അതായത് ലത്തീനും റോമൻ ലത്തീനും എന്താണ് പൗരസ്ത്യ? സീറോ മലബാർ. പാശ്ചാത്യവും പൗരസ്ത്യ സഭകളുടെ പരമ്പരാഗതമായ പ്രതീക ചിത്രകലയനുസരിച്ച് വഴിയുടെ അടയാളവും അവൾ തന്നെ. വഴിയുടെ അടയാളം, അതായത് പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക്, കണ്ടോ? പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക്, കണ്ടോ? പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ പരമ്പരാഗതമായ പ്രതീക ചിത്രകലയനുസരിച്ച് വഴിയുടെ അടയാളം അവൾ തന്നെ. അപ്പം അവളാണ് അടയാളം. അവളാണ് അടയാളം. ഇനി 726 ഖണ്ഡിക, 726 ഖണ്ഡിക, അതിൻ്റെ സൈഡിൽ തന്നെയുള്ള 726. വായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഈ ദൗത്യത്തിൻ്റെ അവസാനത്തിൽ, കണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഈ ദൗത്യത്തിൻ്റെ അവസാനത്തിൽ മറിയം പുതിയ ഹവ്വ, ജീവിക്കുന്നവരുടെ അമ്മ, സമ്പൂർണനായ ക്രിസ്തുവിൻ്റെ അമ്മ ആയ സ്ത്രീയായി തീർന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ദൗത്യത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ആ കുരിശിൻ ചുവട്ടിലായിരുന്ന നിമിഷമുണ്ടല്ലോ മാതാവ്, ആ സമയത്തെയാണ് പറയണത്. മനസ്സിലായി? പരിശുദ്ധാത്മാവിൻ്റെ ഈ ദൗത്യത്തിൻ്റെ അവസാനത്തിൽ മറിയം പുതിയ ഹവ്വ, ജീവിക്കുന്നവരുടെ അമ്മ, സമ്പൂർണനായ ക്രിസ്തുവിൻ്റെ അമ്മ ആയ സ്ത്രീയായി തീർന്നു. പന്തക്കുസ്തായുടെ പ്രഭാതത്തിൽ, സഭയുടെ ആവിർഭാവത്തിൽ, കണ്ടോ? പന്തക്കുസ്തയുടെ പ്രഭാതത്തിൽ, സഭയുടെ ആവിർഭാവത്തിൽ, പ്രത്യക്ഷപ്പെടൽ അല്ലേ? സഭയുടെ പ്രത്യക്ഷപ്പെടൽ അല്ലെങ്കിൽ എന്താ? ആവിർഭാവം. പന്തക്കുസ്ത രൂപപ്പെടൽ അല്ലേ? പന്തക്കുസ്തായുടെ പ്രഭാതത്തിൽ, സഭയുടെ ആവിർഭാവത്തിൽ ആത്മാവ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന അവസാന കാലത്തിൻ്റെ പുലരി. പരിശുദ്ധാത്മാവ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന അവസാന കാലത്തിൻ്റെ പുലരിയിൽ ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ സമ്മേളിച്ചിരുന്ന 12 പേരോടൊപ്പം അവളും സന്നിഹിതയായിരുന്നു. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ.